എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? என்ன நம்பணும் என்ன நம்பக்கூடாது, யாரை நம்பணும் யார் நம்பிக்கை துரோகம் பண்ணணும்னൊന്നും தெரியாது. വല്ലാത്തൊരവസ്ഥ. ചില കാര്യങ്ങൾ നമ്മളെ ചുറ്റും നടക്കുന്നത് കേൾക്കുമ്പോൾ തല മരവിച്ചു പോകും. ആ ഒരവസ്ഥയിലാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഞാൻ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണൻ കടന്നു പോകുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കോണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനാമിക, വിഷ്ണു, ഗിരിജ, ഇതായിരുന്നു ആ ഒരു കോണ്ടൻറ്റ്. അവിടെ ഓർഫണേജും ഓൾഡ് ഏജ് ഹോമും ഒക്കെ ആയിട്ട് നടക്കുന്ന സെറ്റപ്പിൽ കുറച്ചധികം കോൺട്രവേഴ്സീസ്, അലിഗേഷൻസ് വരുന്നു. അവരതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. പ്രഗ്നൻസി, അത് റിലേറ്റഡ് ആയിട്ട് വന്ന കുറേ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയായിരുന്നു ഒരു കോണ്ടൻറ്റ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ പരിപാടിയിലേക്ക് ഇനി പോകാൻ പ്രത്യേകിച്ച് താല്പര്യമില്ല. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു മേജർ കോൺട്രവേഴ്സി, അലിഗേഷൻ ഈ സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു സാധനം പൊക്കിക്കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാലൊക്കെ ചുമ്മാ എടുത്ത് വെച്ച് ട്രോളാം, വർത്താനം പറയാമെന്നല്ലാതെ ദർ ഇസ് നോ യൂസ്, റെലവൻ്റ് അല്ലാന്ന് എനിക്കിപ്പോൾ തോന്നി തുടങ്ങി. അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യാം. ആൻഡ് ഞാൻ തന്നെ ചെയ്ത വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയറായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം. ഈഫ് ഇൻ കേസ് ഓക്കെ അവിടെ ഉണ്ടായ ആ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും രീതിയിൽ കേസോ കാര്യങ്ങളോ വന്ന് അതിൽ കേസ് ഫോർവേഡ് ആയാൽ ഇറ്റ്സ് എ വെരി റെലവൻറ്റ് ടോപ്പിക്. കാരണം ഒരു ഓർഫനേജിൽ താമസിക്കുന്ന പെൺകുട്ടി പ്രായമാകുന്നതിന് മുമ്പ് അവർ പ്രഗ്നൻ്റ് ആണെങ്കിൽ ദാറ്റ്സ് എ വെരി 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 കോൺട്രവേഴ്ഷ്യൽ തിങ്. കാരണം ആ പെൺകുട്ടി ആ ഓർഫനേജിൽ താമസിക്കുന്ന സമയത്ത് 18 വയസ്സിന് താഴെയാണെങ്കിൽ ആ കുട്ടി ഗവൺമെൻറ് ആണ് ഗാർഡിയൻ. ഓക്കെ, അങ്ങനത്തെ CWC അടക്കമുള്ള പല ബോഡികളും ഉത്തരം പറയേണ്ടി വരും. സോ ഇവിടെയും സംഭവിച്ചത് ഇപ്പം അങ്ങനെയാണ്. ദർ ഇസ് എ ട്വിസ്റ്റ് ഇൻ ദ ടെയിൽ. ആൻഡ് നമ്മൾ വിചാരിക്കും ചിലരാണിതിൽ ഭയങ്കര പാവം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, പോളിഷ്ഡ് ഫേസ്, നല്ല തിളങ്ങുന്ന മുഖമുള്ള, കണ്ടാൽ പാവമെന്ന് തോന്നുന്ന പലരുമാണ് ഇതിലെ വില്ലത്തികൾ എന്നുള്ളത് നിങ്ങൾ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ തിരിച്ചറിയും. ഞാനായിട്ടൊന്നും റിവീൽ ചെയ്യുന്നില്ല. ഞാൻ കേട്ട കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് എനിക്ക് റിവീൽ ചെയ്യാൻ എനിക്കിതിൽ താല്പര്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ക്രീം ലെയർ പറഞ്ഞു പോവാം. ഈ ഒരു വീഡിയോ റോക്ക് ബോട്ടം ലെവലിൽ ഈ വീഡിയോ ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് ഇൻ കമ്മിങ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനിവിടെ ന്യൂസ് പ്ലേ ചെയ്യാം. പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു. പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി ഉയർന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അനാഥാലയ നടത്തിപ്പുകാരൻ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നായിരുന്നു വിവാഹം. 7 മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ 2-ന് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് CWCയുടെ റിപ്പോർട്ടിലുള്ളത്. 2024 ഒക്ടോബർ 9-നാണ് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായത്. 2 ആഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം. ഈ കാലയളവ് കണക്കാക്കുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ്. ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. CWC റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. 7-ാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു. കുഞ്ഞിന്റെ ശാരീരിക വളർച്ച, പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കഴിഞ്ഞ വട്ടം വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു കേസോ കൂട്ടോ ആവുന്നത് വരെ ഇതങ്ങനെ പോട്ട് ആയാൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അവർ ജീവിച്ച് പോട്ടെ. കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉണ്ടായി വളരെ സമാധാനത്തിൽ സന്തോഷിച്ച് പോകുന്നൊരു കുടുംബമാണ്. വെറുതെ ചുമ്മാ എന്തിനാ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതിൽ അന്വേഷണം കൃത്യമായി നടത്തണം. പറയാൻ കാരണം പല രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റുകൾ പല പ്രമുഖരിൽ നിന്നും വരാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. പല തലത്തിലുള്ള രാഷ്ട്രീയക്കാരിൽ നിന്നും അവരുടെയൊക്കെ സിൽബന്ധികളിൽ നിന്നുമൊക്കെ പല രീതിയിലുള്ള ഭീഷണിയുടെ സ്വരം, പല രീതിയിലുള്ള ഡൈവേർഷൻസൊക്കെ ഒരു കേസിൽ വരാൻ ഞാൻ ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഓരോരുത്തരുടെ മൊഴി എടുത്തു തുടങ്ങുമ്പോഴൊക്കെ ഇതിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് ആരുടെയും പേര് ചേർത്തില്ലെങ്കിലും പല പല പേരുകൾ ചേർക്കപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തിൽ
പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രീമെച്വർ ബേബി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വീഡിയോ കണ്ട് വിഷ്വൽ കണ്ട് മാത്രം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അസംഷൻ മാത്രമാണ്, എറിഞ്ഞിടലാണ്. ആ എറിഞ്ഞിടലാണ് പലരും കമൻറ്റ് ബോക്സിൽ നടത്തിയതും പലരും വീഡിയോ ചെയ്തതും. ഓക്കെ, പക്ഷെ ഇതിപ്പോൾ കേസായ സമയത്ത് ആ എറിഞ്ഞിടൽ കൃത്യസ്ഥാനത്തേക്കാണ് എറിഞ്ഞ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ഈസ് എ ഗ്യാപ്പ്. എന്തിന്? ഇവർക്ക് പറഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് പ്രൂവ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് അവിടെ നിയമം വിട്ടുകൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രീമെച്വർ ബേബിയാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലേഡി പ്രഗ്നൻ്റ് ആയത് എന്നുള്ളതൊക്കെ അവിടെ അവർക്ക് കൺഫേം ചെയ്യാൻ ഒരു ഗ്യാപ്പ് ആരും കൊടുക്കുന്നുണ്ട്, ഇതിൽ നിയമം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിയമപരമായിട്ട് തന്നെ അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് ഓക്കെ. പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പല ആളുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ഫൈൻ, അതിപ്പോൾ മമ്മി ഗിരിജയാണെങ്കിലും മകനാണെങ്കിലും CWCയുടെ ആളുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ പല രീതിയിലുള്ള വിഷയങ്ങൾ ഫേസ് ചെയ്ത് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ കയ്യിലപ്പുറത്ത് തേങ്ങയാവും. ഓൾറെഡി ഇതിലൊരാളതായിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ മമ്മി ഗിരിജയുടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എയറിൽ കടന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്, അവരുടെ പാസ്റ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ. എനിക്കിപ്പോൾ അതിലോട്ടൊന്നും പോകാൻ പ്രത്യേകിച്ച് താല്പര്യമില്ല. ഓക്കെ, കാരണം അത് പോകേണ്ട ഒരു സാഹചര്യം ഇതിലില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഓർഫനേജിലുള്ളൊരു കുട്ടി 18 വയസ്സിന് താഴെ ഉള്ള ടൈമിൽ ആ കുട്ടി ഗർഭിണിയായി. ഇതാണ് വിഷയം. അതൊരു കൺസേൺ ആണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ മേജർ കൺസേൺ. ഓക്കെ, ബട്ട് ഒരു ഹ്യൂമാനിറ്റി സൈഡ് നോക്കുമ്പോൾ അങ്ങനെ ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വിവാഹം ചെയ്തു ആ വ്യക്തി, അതിനുശേഷം അവരുടെ കുടുംബ ജീവിതം നന്നായിട്ട് പോകുന്നു എന്നുള്ളൊരു ആസ്പെക്റ്റിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തിനാ ഇതൊക്കെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. ഞാനത് ചോദിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എല്ലാ കേസിലും ഇങ്ങനെ നടക്കണമെന്നുണ്ടോ? അതോ ആ സ്ഥലത്ത് കൃത്യമായ അന്വേഷണം നടത്തി ഈ കുട്ടിക്ക് മാത്രമല്ല വേറെ ഏതെങ്കിലും കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അവിടെ ഉള്ളവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണ്ടേ? വേണ്ടേ? അപ്പോൾ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലോ കേട്ട് കഴിഞ്ഞാലോ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമ്മൾ എന്ത് ചെയ്യണം, അത് കോൾ ഔട്ട് ചെയ്യണം. ഇവിടെ അത്ര തന്നെ ഉള്ളൂ. എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവരുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ, ഐ ഹാവ് നോ വറീസ്. ബട്ട് ആ സ്ഥാപനം അവിടെ ഒരുപാട് പേരുടെ ഹെൽപ്പിലൂടെ നടന്ന് മുന്നോട്ട് പോകുന്നു. സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബോഡീസ് അവിടെ പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ആൻഡ് അവരുടേതായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഇത്രയും മോണിറ്ററിങ് അവിടെ നടന്നതിന് ശേഷവും അതിൻ്റെ നടത്തിപ്പുകാരിയായ വ്യക്തി ആ വ്യക്തിയുടെ മകനിൽ നിന്ന് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ മേജർ മിസ്റ്റേക്ക്. ഓക്കെ, ആ മേജർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ കാര്യമോ അല്ലെങ്കിൽ ഇനി അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് ബോഡീസ് അന്വേഷിച്ചേ പറ്റും. ആൻഡ് ദാറ്റ് ഹോസ്പിറ്റൽ, കുട്ടിയുടെ ഗർഭമെടുത്ത ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ് ഉത്തരം പറയണം, ഹോസ്പിറ്റൽ ഉത്തരം പറയണം. കാരണം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു ഭാര്യഭർത്താവ് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഡോക്ടറോട് അവർ പറയുന്നു, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസമായി, ശരിക്ക് റെക്കോർഡിക്കലി കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1-2 മാസമായി ഉണ്ടാവുള്ളൂ, ഞങ്ങൾ 4-5 മാസമായി കല്യാണം കഴിച്ചതെന്ന് പറയുന്നു. ഡോക്ടർ ഒന്നും നോക്കാതെ നേരെ ചെക്കപ്പ് നടത്തുന്നു, സ്കാനിങ് നടത്തുന്നു. പിന്നെ ഒരു ദിവസം ഈ കുട്ടിയെ അവർ കൊണ്ടുവരുന്നു, ബാത്റൂമിൽ വീണാന്നുള്ളൊരു കാര്യം പറയുന്നു. അതിനുശേഷം ഈ കുട്ടിയെ അവരെന്ത് ചെയ്യുന്നു, നേരെ ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് ഫർദർ പ്രഗ്നൻസി ഡെലിവറി കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു. കുട്ടി ഡെലിവറി എടുക്കുന്നു, കുട്ടി പുറത്ത് വരുന്നു. ഓക്കെ, ഈ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് എവിടെയും ആ ഹോസ്പിറ്റലിലെ ഇത്രയും സ്പെഷ്യലൈസ്ഡ് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ, ചില ഡോക്ടർമാരെ അമ്മയുടെ വയറ് കണ്ടാലോ അല്ലെങ്കിൽ ആ അമ്മയുടെ ഒരു അപ്പോഴത്തെ ഒരു ബോഡി ഡെവലപ്മെൻറ്റ്സ് കണ്ടാലടക്കം പറയും ഇത് എത്ര മാസമാണ് ആ ലേഡിക്ക് എന്നുള്ളത് പറയും. ഇത്രയും എന്താ പറയുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. കുട്ടി ജനിക്കുമ്പോൾ അവർ പറയും ഈ കുട്ടി പ്രീമെച്യൂർ കുട്ടിയാണോ അത് മെച്യൂർഡ് കൂടെ പറയാൻ പറ്റൂടെ? അതൊക്കെ ഇനി ഇല്ല, ഇതൊക്കെ നിയമപരമായിട്ട് തന്നെ മെഡിക്കൽ ടേംസിൽ തന്നെ തെളിയിക്കാൻ പറ്റണമെന്നാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിച്ച് സൊസൈറ്റിയിൽ ഈ പറഞ്ഞതോ അല്ലെങ്കിൽ കേസ് വന്നതൊന്നും അല്ല, ഇത് കറക്റ്റ് ഒരു പ്രീമെച്യൂർ ബേബി ആണ് എന്നുള്ളത് അവർക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അവർ തെളിയിക്കട്ടെ. അല്ല, കല്യാണത്തിന് മുമ്പ് 18 വയസ്സിന് താഴെ ആ കുട്ടി അവിടെ ഓർഫനേജിലുള്ള സമയത്താണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായെന്നുണ്ടെങ്കിൽ
അതിന് ഒരു ഉത്തരം പറഞ്ഞേ പറ്റൂ. ഓക്കെ, ഇനി കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് ഈ ലേഡി, ഓക്കെ, ഈ മമ്മി ഗിരിജ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോനകത്ത്. അത് ഞാനിവിടെ പ്ലേ ചെയ്തിട്ട് എൻ്റെ 1-2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഇതൊരു ഓൾഡ് ഏജ് ഹോമും ചിൽഡ്രൻസ് ഹോമും ആണ്. അതായത് 10-70 പേര് ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ താമസക്കാരായിട്ടുണ്ട്. അപ്പം ഈ 70 പേർക്ക് നമുക്ക് സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടിയിട്ടല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഓരോ നല്ല മനസ്സുള്ള കുറെ വ്യക്തികൾ, കുറെ സ്പോൺസർമാര് നമുക്ക് ഓരോ ദിവസത്തെ ഭക്ഷണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അപ്പം അവര് എല്ലാവരും ഇപ്പം കുറച്ച് സ്പോൺസർഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു. അവരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന്റെ മറുപടി കൂടിയാണ് അത്. ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട്, സ്പോൺസർഷിപ്പിൽ റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഈ സ്പോൺസർ ചെയ്യുന്നവരൊക്കെ അവരുടെ എന്താ പറയുക, അവരുടെ ലൈഫിൽ അവർ ചാരിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടും മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ ഇവിടെ. വയ്യാത്ത അമ്മമാർ, ചെറിയ കുട്ടികൾ, അവരെ നോക്കാനുള്ളൊരു സ്ഥാപനം എന്ന് പറയുമ്പോൾ എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളെ നോക്കുക എന്ന് പറഞ്ഞാൽ അതിന് വളരെ പാടാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും വയസ്സായ ആളുകളെ വരെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് പരിപാടിയാണ്. അതവർ ചെയ്യുന്നു, അതിന് സമയം കണ്ടെത്തുന്നു, അതവർ ചെയ്തിട്ട് പോകുമ്പോൾ അവിടെ ഉള്ളവർ ഹാപ്പി ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോൺസേഴ്സ് പൈസ കൊടുക്കുന്നത്. സോ ഇതിൽ ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ അക്കൗണ്ട് എന്താണെങ്കിലും ഒന്ന് ഓഡിറ്റ് ചെയ്യണം, ഇവിടെ വന്നു പോകുന്ന പൈസയുടെ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്ന് പുറത്തു പോയ കുട്ടികളിൽ നിന്നും ഇവിടെ നിന്ന് ബൈ എനി ചാൻസ് തിരിച്ച് അമ്മമാരെയോ അച്ഛന്മാരെയോ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, കുറേ മക്കൾ അങ്ങനെ വിളിച്ചു കൊണ്ടുപോകുമല്ലോ കുറച്ച് കാലം നിർത്തിയിട്ട്, അങ്ങനെയൊക്കെ ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പുറത്തു വരണം. ഇപ്പോൾ ഈ കേൾക്കുന്ന അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ശരിയാണോ, അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പൊതുജനത്തിനോട് അറിയിക്കാൻ പറ്റിയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ വീഡിയോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സ്ഥാപനത്തിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഇവരുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ വിട്ടേക്ക്, ബട്ട് ഇവർ നടത്തുന്ന സ്ഥാപനത്തിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഓക്കെ, ആ അലിഗേഷൻസ് ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത്, അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. കൃത്യമായിട്ട് പോലീസ്, അതർ സർക്കാർ സംവിധാനങ്ങളൊക്കെ അതിൽ ഇടപെട്ട് ആളുകൾക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കണം. ഓക്കെ, കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കിൽ ഓടുന്ന ഒരു ഓർഫണേജോ ഒരു ഓൾഡ് ഏജ് ഹോമോ നാട്ടിലുള്ളപ്പോൾ ഇതേപോലെ പല ഫെസിലിറ്റികളും നമ്മുടെ നാട്ടിലുണ്ട്. ആളുകൾ ഇതൊന്നും ആക്സസ് ചെയ്യാതെയോ, ഞാൻ പറയുന്നത് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യം അങ്ങനെയൊന്നും പറയുന്നില്ല. വരും കാലങ്ങളിൽ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ എണ്ണം കൂടുകയുള്ളൂ. അങ്ങനെയുള്ളൊരു പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഓൾഡ് ഏജ് ഹോമുകളും ഓർഫണേജുകളും പ്രോപ്പറായിട്ടാണ് നടക്കണില്ല എന്നുള്ളതിന് സർക്കാർ ഒരു ഓഡിറ്റ് വേണ്ടേ, അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊരു ഓഡിറ്റ് വേണ്ടേ. ആൻഡ് ഇത് സ്പോൺസർഷിപ്പിൽ റൺ ചെയ്യുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് ഈവൻ സ്പോൺസേഴ്സിനാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ വ്യക്തമാവണം. അപ്പോൾ അതിൽ കൃത്യമായൊരു അന്വേഷണം വരണം. ഇപ്പൊ നടത്തുന്ന എല്ലാ ചിൽഡ്രൻസ് ഹോമിലും CWC വഴിയാണ്, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേനയാണ് ഓരോ കുട്ടികൾ ഹോമിൽ എത്തുന്നത്. അതായത് വീട്ടിൽ നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കുഞ്ഞുങ്ങൾ, അതിനകത്ത് എല്ലാ കുഞ്ഞുങ്ങളും വരും. ഒരു വീട്ടിൽ നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം വരും. അങ്ങനത്തുള്ള കുഞ്ഞുങ്ങളെ പരിചരണവും ശ്രദ്ധയും കൊടുത്ത് വിദ്യാഭ്യാസവും കൊടുത്ത് സംരക്ഷിക്കുന്നതാണ് സ്ഥാപനത്തിന്റെ ചുമതല. നമ്മളൊരു കുട്ടിയെ നമുക്ക് നേരിട്ട് ഇവിടെ ഇപ്പോൾ ഒരു രക്ഷകർത്താവ് വന്ന് ഈ കുഞ്ഞിനെ ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അപ്പോഴേ അവരെ പത്തനംതിട്ട CWCയിലോട്ടാണ് പറഞ്ഞു വിടുന്നത്. അതായത് ഒരു കുഞ്ഞും CWCയുടെ ഓർഡർ ഇല്ലാതെ ഒരു കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെയും നല്ല ഒരു സ്ഥാപനത്തിലും അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഈ ഒരു സമയം കഴിഞ്ഞാൽ ഈ കുട്ടികളെ തിരിച്ച് വീട്ടിൽ വിടത്തില്ല, ഇവിടെ നിർത്തുവന്ന്. നമുക്ക് 18 വയസ്സ് വരെയുള്ള കുട്ടികളെ നിർത്താനുള്ള ലൈസൻസേ നമ്മുടെ സ്ഥാപനത്തിലുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞാൽ ഈ CWC തന്നെ ഈ കുഞ്ഞുങ്ങളെ അഞ്ചാലുമൂട്, കുണ്ട്ര അഞ്ചാലുമൂടുള്ള ആഫ്റ്റർ കെയറിലോട്ട് പറഞ്ഞു വിടും. അത് ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നത് എന്ന് വെച്ചാൽ അവരുടെ റിലേറ്റീവ് വന്നാൽ പോലും ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നത് CWCയുടെ ഓർഡർ വേണം. ഓർഡറോട് കൂടിയാണ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. CWC ഓർഡർ ഇല്ലാതെ കുഞ്ഞുങ്ങളെ നിർത്താനും പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടാനും പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു കുട്ടിയെ നീ വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. അത് നിയമമല്ല. നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചിൽഡ്രൻസ് ഹോമിൽ നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർ അന്വേഷിച്ചാൽ മതി. കുട്ടികളെ CWC വഴിയാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നതും നമ്മൾ ഇവിടുന്ന് ആ കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്ത് വിടുന്നത് CWC ആണ്. അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മമ്മി ഗിരിജ, ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർ ജസ്റ്റ് ഒരു കാരണത്തിൻ്റെ പോലെ അല്ലെങ്കിൽ ഈ റൂമിനകത്ത് ബാക്കിയുള്ളവരെ പോലെയൊക്കെ ഇരുന്ന് വീഡിയോ ഇടുന്നതല്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആളുകൾ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതിൻ്റെ
നമ്മളെല്ലാ വശവും ചിന്തിക്കും, അന്വേഷിക്കും, അതിൽ കാര്യം കഴമ്പുണ്ടോ നോക്കും. അങ്ങനെയൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ റിസർച്ച് നടത്തിയിട്ടാണ് നമ്മളും ഈ റിയാക്ഷൻ വീഡിയോസ് ഇടുന്നത്. അതിൻ്റെ ബേസിസിൽ തന്നെയാണ് ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളീ പറയുന്ന CWCയുടെ റോള് നിങ്ങൾ തന്നെ വളരെ വെടിപ്പായി ക്ലിയറായിട്ട് പറഞ്ഞത് എന്തായാലും നന്നായി, വളരെ നന്നായി. ഇനി നാളെ അത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതിൽ ഒരു കുട്ടിക്ക് പറ്റിയ കാര്യമാണല്ലോ പറയുന്നത് ഇങ്ങനെ കേസായിട്ടുള്ളത്. ആ കുട്ടി ഏത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് വന്നത്? CWCയിൽ ആ കുട്ടിയെ ആര് കൊണ്ടുപോയി അച്ഛനാക്കി എന്നാണ് നിങ്ങൾ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അച്ഛനാക്കാനുള്ള റീസൺ എന്താണ്? വാട്ട് വാസ് ദ റീസൺ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ടല്ലോ ഇപ്പം അന്വേഷിക്കുന്ന സമയത്ത് ഈ റിയാക്ഷൻ ചാനലുകളെല്ലാം അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും മനസ്സിലിങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴേ. ഈ മാലാഖയുടെ മുഖമുള്ള ആളുകളുടെ മുഖം എപ്പോഴും ഒരു മുഖം മൂടിയാണെന്നുള്ളത് പല സമയങ്ങളിലും തിരിച്ചറിയുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആണ്. മനസ്സിലായോ? അതാണ് വിഷയം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കേസ് വളരെ ക്ലിയറായിട്ട് ഇവിടുത്തെ 24/7 സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ പല മാലാഖ മുഖവും പൊളിഞ്ചാടും. അത് മമ്മി ഗിരിജ മാത്രമല്ല കേട്ടോ. നിങ്ങൾ പറയേണ്ട ഈ മമ്മി ഗിരിജേനെയാണ് ഞാൻ ഇത്രയും പറയാതെ പറയുന്നതെന്നുള്ളത്. നോ, അവരെ മാത്രമൊന്നുമല്ല, വേറെ ഉണ്ടല്ലോ ചുറ്റുപാടും. അപ്പോൾ ഇതിൽ 1, 2, 3 പേരുകളുണ്ടല്ലോ. അത് എന്നറിയോ, ഇത് കുറച്ച് റിയാലിറ്റി ഇതിൻ്റെ ബാക്കിലുള്ള എന്താ വെച്ചെങ്കിൽ, ഞാൻ ആദ്യം പല വീഡിയോസിലൊക്കെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾക്കത് കേട്ടാൽ ചിലപ്പോൾ മടുപ്പുണ്ടാവും. ചില കാര്യങ്ങളൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിരുന്ന് ബ്ലണ്ടായിട്ട് ഞാൻ നന്മപരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയരുത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ബട്ട് കീപ്പ് യുവർ പ്രൈവസി കീപ്പ് ചെയ്ത് ആളുകളിലേക്ക് ഞാൻ എന്ത് ചെയ്താലും എത്തിക്കും എന്നുള്ള രീതിയിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും, എൻ്റെ അടക്കം നിങ്ങളുടെ അടക്കം നമ്മളുടെയൊക്കെ ഒരു പാസ്റ്റ് ലൈഫുണ്ട്. ചില കാര്യങ്ങളൊന്നും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് റിവീലായി കഴിഞ്ഞാൽ പൊതുജനം എന്നാൽ ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ളതായിരിക്കും. സത്യത്തിൽ ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരു പാസ്റ്റ് ഞാൻ അറിഞ്ഞപ്പോൾ ഒരിക്കലും ഒരു നോർമൽ അവസ്ഥയിലുള്ള ആളുകളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല, അതൊക്കും മേലെയാണ് പല കാര്യങ്ങളും. എന്താണെങ്കിലും CWCയുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ. ഈ അനാമികയെ എൻ്റെ മോനെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഞാനിവിടെ സന്ധ്യ എന്ന് പറയുന്നൊരു കുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആരും അതിനെക്കുറിച്ച് അറിഞ്ഞില്ലേ? സന്ധ്യയും 18 വയസ്സായപ്പോഴാണ് സന്ധ്യയെ ഞാൻ വിവാഹം കഴിപ്പിച്ച് വിട്ടത്. ഈ സന്ധ്യയെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അതൊന്നും ഇതിനകത്ത് വരുന്നില്ല. സന്ധ്യ എന്ന് പറയുന്ന കുഞ്ഞു എനിക്ക് 8 വർഷം മുന്നേ എനിക്ക് കിട്ടിയ മോളാണ്. അവളെയും ഞാൻ വിവാഹം കഴിച്ച് വിട്ട്, അവൾക്കും ഒരു കുഞ്ഞുണ്ട്. അനാമികയെ ഞാൻ കല്യാണം കഴിച്ച് വിട്ട്, അവൾക്കും ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അവരെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയുന്നു. നിങ്ങൾ എന്തിനാണ് ജീവമാത എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഇത്രയും 10-70 പേര്, നിങ്ങൾക്ക് ഒരാളെയെങ്കിലും ഒരു ദിവസം സംരക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ 10-70 പേരുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ അമ്മമാര് 10-70 പേര് ഇവിടെ ഉണ്ട്. അവരുടെ അന്നം മുട്ടിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ റിയാക്ഷൻ വീഡിയോ ഇട്ടുകൊണ്ട് ഇതിന്റെ പുറകെ വരുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മമാരെ എങ്ങനെ കഴിയുന്നു, അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ CWCയുടെ പെർമിഷന്റെ ഓർഡർ ഒക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഫയലുണ്ട്. ഇന്ന് ഇവിടെ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാ ആഴ്ചയിലും മാസത്തിലും കൃത്യമായിട്ടും ഈ സ്ഥാപനം തന്നെ അല്ല കേട്ടോ, എല്ലാ സ്ഥാപനത്തിലും ഇൻസ്പെക്ഷൻ നടക്കും. അത് ഇവിടെ ഉള്ളവരെല്ലാം മനുഷ്യരല്ലേ, ഇത്രയും ജീവനുകളല്ലേ. അപ്പൊ ഇവർക്ക് ഫുഡ് കിട്ടുന്നുണ്ടോ, ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നറിയാനെ കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാ മാസത്തിലും ആഴ്ചയിലും എല്ലാ ഇൻസ്പെക്ഷനും ഉണ്ട്. ഈ സ്ഥാപനം തന്നല്ല, എല്ലാ സ്ഥാപനത്തിലും ഉണ്ട്. അത് സ്ഥാപനം നടത്തുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ഇവിടുത്തെ ഇൻസ്പെക്ഷനെ കുറിച്ചും ഇവിടുത്തെ സ്ഥാപനത്തിന്റെ ഒക്കെ എന്താ പറയുക, ഇൻസ്പെക്ഷന് വരുന്ന സർക്കാർ ജീവനക്കാരും പരിപാടികളെ കുറിച്ചിട്ടൊക്കെ ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട്. മനസ്സിലായോ? അതിനെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ഈ പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾ തന്നെ ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ CWC പത്തനംതിട്ട പറഞ്ഞല്ലോ. ഞാനിവിടെ സൈഡിലൊരു സാധനം വയ്ക്കാം, നിങ്ങൾ വായിച്ചോ. അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി പത്തനംതിട്ട ശിശുക്ഷേമ സമിതി അധ്യക്ഷന് സസ്പെൻഷൻ. ഇപ്പോൾ റീസെൻ്റ്ലി 2 ദിവസം മുമ്പ് N. രാജീവൻ, ചെയർമാൻ ഓഫ് ദി
Child Welfare Committee CWC in Pathanamthitta has been suspended for allegedly disclosing information that could lead to the identification of, മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവർ ഈ പറയുന്ന പത്തനംതിട്ട CWCയിൽ ഈ പറയപ്പെടുന്ന ടൈം ഫ്രെയിമിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ ഇപ്പോൾ സസ്പെൻഷനിലാണ്. മനസ്സിലായില്ലേ? എന്തിനാന്നുള്ളതും മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ ഈ പറയുന്ന ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. ചില ഇൻസ്പെക്ഷനൊക്കെ വെറും കണ്ണിൽ പൊടിയിടലും കണ്ണടയ്ക്കലുമാണ്. അപ്പോൾ ഇപ്പോഴും ഒരു CWCൻ്റെ ആളുകൾ തന്നെയാണല്ലോ നിങ്ങളെ ഈ കേസിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ച് കേസ് ഫോർവേഡായിട്ട് ഇപ്പോൾ FIR ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു കാര്യം മനസ്സിലായതുകൊണ്ടാണല്ലോ അവർ FIR ഇട്ടത്. CWCയുടെ ആളുകൾ പറഞ്ഞു, ഇൻഫർമേഷൻ കൊടുത്ത് പോലീസ് FIR ഇട്ടു. അങ്ങനത്തെ ഒരു സ്ഥിതിഗതി ഉള്ള സമയത്ത് നിങ്ങളീ പറയുന്ന അനാഥാലയം വേറെ, മറ്റേ ഓൾഡ് ഏജ് ഹോം വേറെ, നടുവിലൊരു മതിൽ എന്നൊക്കെ പറയുമ്പോൾ, വീട് നിങ്ങളുടെ അപ്പുറത്തെന്ന് പറയുമ്പോൾ ഇനി പല ചോദ്യങ്ങളും വരും. എങ്ങനെ മതിൽ ചാടി, എങ്ങനെ പൂട്ട് പൊട്ടിച്ചു, എങ്ങനെ പുറത്തു പോയി? അപ്പോൾ അതിനൊക്കെ മമ്മീകരിച്ച് ഉത്തരം വേണ്ടി വരും. കാരണം എന്താ പറയുക, ഇത് ഒരേ സമയം കുറേ ആളുകൾ നിയമപരമായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം, സൊസൈറ്റിയിലെല്ലാം പ്രോപ്പറായിട്ട് പോകണം എന്നുള്ള കുറേ ഉദ്യോഗസ്ഥർ. കുറേ പേർക്കൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും അവരുടെ പേഴ്സണൽ ലൈഫിൽ ഗവൺമെൻറ് സർവീസിൽ ഇരുന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം, കുറച്ച് കാര്യങ്ങൾ കണ്ണടയ്ക്കാം, അങ്ങനത്തെ ഒക്കെ പരിപാടികളായിട്ടുള്ള കുറച്ച് കറപ്റ്റഡായിട്ടുള്ള കുറേ ആളുകൾ. അവരുടെ എണ്ണമാണ് കൂടുതൽ, നല്ലവരായിട്ടുള്ള ആളുകളുടെ എണ്ണമൊക്കെ കുറവാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്ന ഒരു സമയത്താണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് CWC വേണം ഈ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാനും അവിടുന്ന് പെർമിഷൻ കിട്ടണം, അവിടുത്തെ ആളുകൾ വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനിടയിൽ ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ FIR ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അവർ നടത്തിയ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ എന്താ? പിന്നെ ഒരു യൂട്യൂബർ ഇങ്ങനെ പറയുന്നുണ്ട്, അനാമയ്ക്ക് 18 വയസ്സാവാൻ കാത്തിരുന്നു, 18 വയസ്സായപ്പോഴേ പിടിച്ച് കല്യാണം കഴിച്ചു. നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു കുട്ടിയെ നമ്മളിവിടെ വരുമ്പോഴും തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പോഴും എല്ലാം ലീഗലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഒരു കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഞാനിപ്പോൾ എൻ്റെ മോന് വേണ്ടിയിട്ട് ആലോചിക്കുമ്പം ആ കുട്ടിയുടെ പേരൻസ് ഒന്നുമില്ല, നമുക്ക് ആ കുട്ടിയെ തന്നേക്കുന്ന CWC, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അങ്ങനെ ആ അനാമികയുടെ കാര്യം നമ്മുടെ പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനോടാണ് ആദ്യമേ എൻ്റെ ഒരു താല്പര്യം ഞാൻ അറിയിച്ചത്. അന്ന് ചെയർമാൻ എൻ്റെ അടുത്ത് പറയുക പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കല്യാണം നടക്കത്തില്ലായിരുന്നു. അപ്പം CWCയിലെ ചെയർമാന് സമ്മതമായി എന്ന് അറിയിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ മോനോട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അവൾക്ക് 18 വയസ്സാവാൻ കാത്തിരുന്നതല്ല. ഞാനിപ്പം ചെയർമാൻ എൻ്റെ അടുത്ത് പറയുക, CWC ചെയർമാൻ പറഞ്ഞു വിവാഹത്തിന് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അനാമിക എൻ്റെ മരുമകളാവത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നമ്മളൊരു വിവാഹം കഴിക്കുമ്പം നമ്മൾ ഇങ്ങനത്തെ സ്ഥാപനത്തിൽ നിന്ന് ഒരു പെണ്ണിനെ നമ്മൾ എടുക്കുമ്പം ഈ സ്ഥാപനത്തിൽ വളർന്നു അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അങ്ങനൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിന് ശേഷം അവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയത്. കല്യാണത്തിന് തന്നെ ഈ സകല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെല്ലാം ക്ഷണിച്ച് അവരുടെ മുന്നിൽ വെച്ചാണ് കല്യാണം നടത്തിയത്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ഓർക്കണം. എല്ലാവരും തൂങ്ങൂലോ മമ്മി, എല്ലാവരും പെടും. സകല ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും സകല ആളുകളും പെടുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളേക്കാൾ കൂടുതൽ ഇതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതും ഇതിലൊക്കെ ഒരു അന്വേഷണം നടത്തി പുറം ലോകത്തിനെ അറിയിക്കേണ്ടതും ഇവിടുത്തെ 24/7 ചാനലുകളാണ്. എസ്പെഷ്യലി ഈ ഒരു കാര്യത്തിൽ. കാരണം ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ചാനലായിട്ട് ഇരുന്ന് പറയുന്ന കുറേ കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വി ഹാവ് റെസ്ട്രിക്ഷൻസ്. അത് ദയവ് ചെയ്തിട്ട് എൻ്റെ ഒപ്പം ഇതേപോലെ സ്പേസിൽ നിൽക്കുന്ന ബാക്കി റിയാക്ഷൻ ചാനലുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം നോർമൽ കേസുകളെ പോലെയല്ല ഈ ഒരു വിഷയം. ഈ ഒരു വിഷയത്തിനകത്ത് സർക്കാർ തലത്തിൽ
ഒഫീഷ്യൽ തലത്തിലൊക്കെയുള്ള പല ഇൻവോൾവ്മെൻറ്റ്സും വന്നിട്ടുണ്ടാവാം, ഉണ്ട്. അങ്ങനെയുള്ളൊക്കെ സ്ഥലങ്ങളിൽ പല കാര്യങ്ങളും നമ്മളിതെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പേഴ്സണലി തിരിച്ചടികൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇത് ഇത്രയും ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു കോണ്ടൻ്റാണ്. കുറേ കാര്യങ്ങളൊന്നും കുറേ കാര്യം നല്ലടേ, മെജോറിറ്റി 99% കാര്യങ്ങളും നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കേണ്ട ഒരു ഗതികേടുള്ളൊരു കേസാണ്. ഓക്കെ, അപ്പോൾ ചില ആളുകൾ, ചില പ്രവർത്തികൾ, ഇപ്പോൾ സൊസൈറ്റിയിൽ ഞാൻ ഒരു കഥ പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരിടത്തൊരു നാട്. ആ നാട്ടിൽ ഒരു വിവാഹം നടക്കുന്നു. വിവാഹം നടന്നതിന് ശേഷം വിവാഹം കഴിച്ച പെൺകുട്ടി തന്നെ ആ കല്യാണം നടന്ന ദിവസം പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഒരു കേസ് കൊടുക്കുന്നു. വിവാഹം നടത്തിക്കൊടുത്ത അമ്മ തന്നെ വിവാഹം നടത്തിക്കൊടുത്ത ആ മകൻ, അത്രയും പുന്നാര മകനെതിരെ ഇതിനു മുമ്പൊരു കേസ് ഇട്ടിട്ടുണ്ട്. ഈ മകനാണെന്നുണ്ടെങ്കിൽ അതിനും വലിയ പ്രശ്നക്കാരൻ, കാണാൻ വളരെ സുന്ദരൻ, സുമുഖൻ, സൽസ്വഭാവി എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ, പക്ഷെ കാട്ടലമ്പ്. ഈ അലമ്പാണെന്നുള്ളത് കല്യാണം കഴിച്ച കുട്ടിക്ക് അറിയാം. എന്നാൽ നാട്ടുകാർ ഒരു സിനിമ പോലെ ഈ കഥ കാണുന്ന നമ്മളെ വിചാരം എന്താ? ഒരു ഡയറക്ടർ നമുക്ക് വെച്ച ഫ്രെയിമിൽ ഇവരെല്ലാം ഹാപ്പി, ഇവരെല്ലാം അടിപൊളി. അതൊരു സിനിമ ഉണ്ടല്ലോ, സിനിമാ ലോകം നമ്മളെ ചുറ്റും നടക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഇവരുടെ കേസല്ല കേട്ടോ പറഞ്ഞത്, നോട്ട് ദ പോയിന്റ്, ഇവരുടെ കേസല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു ഇമാജിനറി സാധനം ഒരു സിനിമ പോലെ നിങ്ങൾക്ക് പറഞ്ഞത്. അങ്ങനെയൊക്കെ അവസ്ഥകൾ ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കാവേ, ഭയങ്കര സീനാണ്. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ നമ്മൾ അറിഞ്ഞ് കേട്ട് കൺമുന്നിൽ കാണുന്നൊരവസ്ഥ നമ്മൾ ഞെട്ടിപ്പോവില്ലേ ഇല്ലേ? ഒരു സിനിമ പോലെയാണെങ്കിൽ തന്നെ നമ്മൾ ഞെട്ടും. സിനിമയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഇതൊക്കെ ഒരു ഫാൻറ്റസി അല്ലേ, നടക്കുന്ന കാര്യമാണോ, ലാർജർ ദാൻ റിയൽ ലൈഫ്. പക്ഷെ റിയാലിറ്റിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസസ് ഉണ്ട് സൊസൈറ്റിയിൽ അല്ലേ. അതൊക്കെ നടക്കുന്ന വീടുകളും കാണും ഇവിടെ. എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ആടേതെന്ന് തോന്നും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. യാരെ നമ്പണം, യാരെ നമ്പക്കൂടാതെ ഒന്നുമേ പുരിയല.